എല്ലാവർക്കും നമസ്കാരം. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെട്ട കരീപ്ര ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകളാണുള്ളത്. തികച്ചും ഒരു കാർഷിക ഗ്രാമമായ കരീപ്ര പഞ്ചായത്തിൽ നെൽകൃഷിയും മറ്റു കൃഷിയുമാണ് പ്രധാന ഉപജീവനം. 1886 ഹെക്ടറിലാണ് കൃഷിഭൂമിയുള്ളത്. ഇത് 100 ഹെക്ടറിൽ നെൽകൃഷിയുണ്ട്. 38 നീർച്ചാലുകളും 35 കുളങ്ങളും 47 പൊതുകിണറുകളും ജലസമൃദ്ധമായ കരീപ്ര പഞ്ചായത്തിൽ ജനുവരി മുതൽ മെയ് മാസം വരെ ജലക്ഷാമം മൂലം കുടിവെള്ളത്തിനും കൃഷിക്കും തടസ്സങ്ങൾ നേരിടുന്നു. കല്ലട ഇറിഗേഷൻ്റെ മെയിൻ കനാൽ 9 വാർഡുകളിലൂടെ കടന്നു പോകുന്നു എങ്കിലും കടുത്ത ജലക്ഷാമം നേരിടുകയും കൃഷിക്ക് സാധ്യമാകുകയും ചെയ്യുന്നില്ല. ഇക്കാര്യം പരിഹരിക്കുന്നതിനായി ഹരിത കേരള മിഷൻ ഇടപെടുകയും 2023 ഫെബ്രുവരി മാസത്തിൽ ഗ്രാമപഞ്ചായത്തിലെ ഉപയോഗശൂന്യമായതും ആഴമേറിയതും ജലസമൃദ്ധവുമായ 20 ഏക്കർ വിസ്തൃതിയുള്ള ഉളകോട് പാറക്കോറിയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് KIP കനാൽ കടന്നുപോകാത്ത 6 വാർഡുകളിൽ കൃഷിക്കും ജലസേചനത്തിനും ഉപയുക്തമാക്കുന്നതിനും തീരുമാനിച്ചു. അനേർട്ടിൻ്റെയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും സഹായത്തോടെയാണ് തികച്ചും ഹരിത ഊർജത്തിൽ വെള്ളം പമ്പ് ചെയ്ത് നീർച്ചാലിലൂടെ ഒഴുക്കി കൃഷിക്ക് ഉപയുക്തമാക്കാനും തീരുമാനിച്ചത്. ഹരിത കേരള മിഷൻ്റെ ഏകോപനത്തിൽ ജല ബഡ്ജറ്റ് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. 18 വാർഡിലും ഫെബ്രുവരി മുതൽ മെയ് വരെ ജലക്ഷാമ ആണെന്ന് കണ്ടെത്തി. 60% കിണറുകളും വറ്റുന്നവയാണെന്നും കണ്ടെത്തി. കൃഷി പ്രധാന ഉപജീവന മാർഗമായ കരീപ്ര പഞ്ചായത്തിലെ കർഷകർ ജലക്ഷാമം മൂലം കൃഷി അവസാനിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഉപയോഗശൂന്യമായ ജലസമൃദ്ധിയുള്ള പാറക്കോറിയിലെ വെള്ളം പ്രയോജനപ്പെടുത്താത്ത അവസ്ഥയിലുമായിരുന്നു. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും അപകട മരണങ്ങളും നടന്നിരുന്ന പ്രദേശമായിരുന്നു. ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ചാണ് പാറക്കോറി റീചാർജ് ചെയ്യുക എന്ന പ്രവർത്തനം ഏറ്റെടുത്ത് നടത്താൻ പ്രേരണയായത്. 2023 ജനുവരി മാസം ഹരിത കേരള മിഷൻ സംസ്ഥാന ടീമും ജില്ലാ ടീമും കരീപ്ര പഞ്ചായത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായി പാറക്കോറി സന്ദർശിക്കുകയും 2 തവണ യോഗം കൂടുകയും ചെയ്തു. ഇതേ തുടർന്ന് ജില്ലാ ടീം നിരന്തരം ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെടുകയും പദ്ധതി നടപ്പാക്കുന്നതിനായി തീരുമാനിക്കുകയുമായിരുന്നു. ഹരിത കേരള ജില്ലാ മിഷൻ അനാട്ടുമായി ബന്ധപ്പെടുകയും പദ്ധതി രേഖ തയ്യാറാക്കുകയും ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായത്തോടെ സ്ഥലം സന്ദർശിക്കുകയും അനേർട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തു. എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പദ്ധതി വിഹിതം വകയിരുത്തുകയും ചെയ്തു. സംസ്ഥാനത്ത് ആദ്യമായി നടത്തുന്ന പ്രവർത്തനമായതിനാൽ പദ്ധതി നടപ്പാക്കുന്നതിനും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സബ്സിഡി ലഭിക്കുന്നതിനും സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനും തടസ്സങ്ങൾ നേരിട്ടു. ഹൈഡ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് മാത്തമാറ്റിക് സർവേ നടത്തുകയും 30 മുതൽ 100 മീറ്റർ വരെ ആഴമുള്ള കോറികളാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. സംസ്ഥാന മിഷൻ്റെയും ജില്ലാ മിഷൻ്റെയും ഇടപെടലുകൾ മൂലം പദ്ധതിയുടെ പ്രാധാന്യവും പ്രയോജനവും വിശദീകരിച്ച് ഗ്രാമപഞ്ചായത്തിനെ പദ്ധതി നടപ്പാക്കുന്നതിന് പ്രേരണ നൽകി. നിർവഹണ ഏജൻസിയായ അനാട്ടിലുണ്ടായ തടസ്സങ്ങൾ നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ മുഖേന പരിഹരിക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡി ഉറപ്പാക്കാനും സാധിച്ചു. കർഷകരുടെ നിരന്തരമായ ആവശ്യങ്ങളും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും മനസ്സിലാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നതിന് വീണ്ടും ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വന്നത്. അനാട്ടിൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരം പഞ്ചായത്ത് പദ്ധതി വിഹിതം വകയിരുത്തുകയും സർക്കാർ ഏജൻസിയായി അനാട്ടിനെ നിർവഹണ ഏജൻസിയായി ചുമതലപ്പെടുത്തുകയും ചെയ്തു. അനാട്ട് എംപാനൽ ചെയ്ത ഏജൻസിയെ കണ്ടെത്തുകയും 10 HP സബ്മേഴ്സിബിൾ മോട്ടോർ, പമ്പ്, ഹോസ് കേബിൾ, സോളാർ പാനൽ, അനുബന്ധ സാമഗ്രികൾ സമാഹരിച്ചു. കോറിക്ക് സമീപമുള്ള ചെറു നീർച്ചാൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വൃത്തിയാക്കി. മെയിൻ നീർച്ചാലും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വൃത്തിയാക്കുകയുണ്ടായി. സോളാർ പമ്പ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് ചെറു നീർച്ചാലിലേക്ക് ഒഴുക്കി. ചെറു നീർച്ചാലിൽ നിന്ന് മെയിൻ നീർച്ചാലിലേക്കാണ് വെള്ളം ഒഴുക്കിയത്. 6 വാർഡുകൾ പ്രയോജനപ്പെടുത്തുന്നത്. അനേർട്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, കർഷക കൂട്ടായ്മ എന്നിവരുടെ സഹായത്തോടെയാണ് ഗ്രാമപഞ്ചായത്ത് നിർവഹണം പൂർത്തീകരിച്ചത്. ജനകീയ ഇടപെടൽ വളരെ പ്രധാനമായിട്ട് ഉള്ളതാണ്. യാതൊരു തരത്തിലും ഉപയോഗിക്കാൻ ആകാതെ കിടന്ന വെള്ളം കൃഷിക്കും ജലസേചനത്തിനും കുടിവെള്ളത്തിനും ഉപയുക്തമാക്കുന്നതിനായി പ്രദേശവാസികളുടെയും കർഷകരുടെയും വലിയ പിന്തുണയും ജനപങ്കാളിത്തം ഉറപ്പാക്കാനായി പാറക്കോറിയിലെ വെള്ളം ഏതെങ്കിലും കാരണത്താൽ പമ്പ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായാൽ പ്രദേശവാസികളും കർഷകരും അത് പരിഹരിക്കാനുള്ള മാർഗം തേടും. മോട്ടോർ കേടായ അവസരത്തിൽ നിന്നും പമ്പ് പുറത്തെടുക്കുന്നതിന് സമീപവാസികളുടെ സഹായത്തിന് ഉത്തമ ഉദാഹരണമാണ്.
സാമ്പത്തികം. പദ്ധതി നടപ്പാക്കുന്നതിനായി ഗ്രാമപഞ്ചായത്തിലെ പ്ലാൻ ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ വകയിരുത്തി അനാട്ടിൻ്റെ സബ്സിഡിയായ 2,09,946 രൂപയും കേന്ദ്ര സർക്കാരിൻ്റെ MNRE ഷെയറായ 1,32,900 രൂപയും കഴിച്ച് പദ്ധതിക്കായി ആകെ പഞ്ചായത്തിന് ചെലവായത് 4,46,454 രൂപ മാത്രമാണ്. കൂടാതെ ഗ്രാമപഞ്ചായത്ത് KSBയിൽ നിന്ന് 3 3-ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കുകയും ചെറിയൊരു പമ്പ് ഹൗസ് സ്ഥാപിച്ചു. ഇതിനായി അധികമായി 2 ലക്ഷം രൂപ ചെലവഴിക്കേണ്ടി വന്നു. സോളാർ പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്യുന്ന വെള്ളം ക്വാറിക്ക് സമീപത്തിലുള്ള നീർച്ചാലിലൂടെ ഒഴുക്കി പ്രധാന നീർച്ചാലിലെത്തിക്കുകയും ജലക്ഷാമം നേരിടുന്ന ഉളകോട്, ഇലയം, വാക്കനാട്, നെടുമങ്കാവ്, കുടിക്കോട്, ഏറ്റുവായിക്കോട് വാർഡുകളിൽ നെൽകൃഷിക്കും പച്ചക്കറി, വാഴ, കിഴങ്ങ് വർഗം തുടങ്ങിയ കൃഷിക്ക് ഉപയോഗപ്പെടുത്തി. ഏകദേശം 400 ഏക്കർ നെൽവയലുകളും മറ്റ് കരഭൂമികളും തടസ്സം കൂടാതെ കൃഷിയോഗ്യമാക്കുന്നതിന് ഇത് സാധിച്ചിട്ടുണ്ട്. വേനൽക്കാലത്ത് നീർച്ചാലുകളിൽ ജലമെത്തിയതോടെ അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സമീപത്തുള്ള കിണറുകളിലും കുളങ്ങളിലും വെള്ളം എത്തുകയും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്തു. കൂടാതെ പമ്പ് ഉപയോഗിക്കാത്ത സമയത്ത് സോളാറിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി KSBക്ക് നൽകി അധിക വരുമാനവും നേടി. 6 വാർഡുകളിലായി 250 കർഷകർക്ക് ഇതുമൂലം 12 മാസവും തടസ്സം കൂടാതെ വരുമാനം ഉറപ്പാക്കാൻ സാധിക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായി നടപ്പാക്കിയ പദ്ധതി വൻ വിജയമായതോടെ സംസ്ഥാനത്തുടനീളം പദ്ധതി വ്യാപിക്കുന്നതിനാൽ ഹരിത കേരള മിഷൻ തീരുമാനിക്കുകയും സംസ്ഥാന ബജറ്റുകൾ ഇതിനായി തുക വകയിരുത്തുകയും ചെയ്തതായി അറിയാൻ സാധിച്ചു. നാളെ ഇതുവരെ സോളാർ പാനലിൽ നിന്നും 1,464 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഇതിൽ നിന്ന് 9,267 യൂണിറ്റ് വൈദ്യുതി KSBക്ക് നൽകാനും അതുവഴി ഗ്രാമപഞ്ചായത്തിന് അധിക വരുമാനം നേടാനും സാധിച്ചു. 10 സോളാർ പാനൽ കൂടി പഞ്ചായത്ത് അഡീഷണലായി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് KSBയുടെ അധിക വരുമാനത്തിന് വേണ്ടി. അതുകൂടാതെ തന്നെ 10 HP-യുടെ ഒരു മോട്ടർ, മറ്റൊരു സോളാർ പമ്പ് കൂടി വാങ്ങുന്നതിനും അടുത്ത പദ്ധതിയിൽ തീരുമാനിച്ചിട്ടുണ്ട്. ടൂറിസം സാധ്യതയുള്ള പ്രദേശമായതിനാൽ ടൂറിസം വകുപ്പിനെ ഉൾപ്പെടുത്തി ഹരിത ടൂറിസം പദ്ധതി നടപ്പാക്കുന്നതിനും ഗ്രാമപഞ്ചായത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. റവന്യൂ ഭൂമി വിട്ടുകിട്ടുന്നതിനായി ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയെങ്കിലും തീരുമാനമാകാത്തതാണ് ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാകാത്തത്. ഹരിത കേരള മിഷൻ്റെ ഇടപെടലിലൂടെ റവന്യൂ ഭൂമി വിട്ടുകിട്ടുന്നതിനുള്ള നടപടികളും ആവശ്യമാണ്. കരീപ്ര പഞ്ചായത്തിൽ സമാന്തര പ്രവർത്തനത്തിന് സാധ്യതയുള്ള ഗുരുനാഥമുകൾ, മടന്തോട് എന്നീ പാറക്കൂറുകളിലും ഹരിത തീർത്ഥം മാതൃകയിൽ അടുത്ത സാമ്പത്തിക വർഷം പദ്ധതി നടപ്പാക്കാനാണ് പഞ്ചായത്ത് തീരുമാനിക്കുന്നത്. സുഗമമായി വെള്ളം ഒഴുകിവിടാനുള്ള നീർച്ചാലുകൾ നിർമ്മിക്കുക എന്നതാണ് പ്രധാന വെല്ലുവിളിയായിട്ടുള്ളത്. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് പരിപാലന സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പ്രദേശവാസികൾ, കർഷകർ തുടങ്ങിയ ഉൾപ്പെടുന്ന സമിതിയാണ് ആവശ്യമായ സമയങ്ങളിൽ വെള്ളം പമ്പ് ചെയ്യുന്നത്. സ്ഥിരമായി മോണിറ്ററിംഗ് സംവിധാനം ഉള്ളതിനാൽ പമ്പിൻ്റെ പ്രവർത്തനം സുഗമമാക്കാനും തടസ്സങ്ങൾ നേരിടുന്ന അവസരങ്ങൾ അവ പരിഹരിക്കാനും സാധിക്കുന്നു. ഹരിത തീർത്ഥം കാണുന്നതിനായി കേരളത്തിന് പുറത്തു നിന്നും നിരവധി ആളുകൾ ഇവിടെ സന്ദർശിക്കുകയും വളരെയേറെ ജനശ്രദ്ധ ആകർഷിക്കുന്നതിനും സാധിച്ചു. മുതൽ മുടക്ക് വളരെ തുച്ഛവും എന്നാൽ ഗുണഫലം പ്രതീക്ഷയ്ക്ക് അതീതവുമായ ഈ മാതൃകാ പദ്ധതി സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കുന്നതിന് ഏറെ സഹായകരമാണ്. താങ്ക് യു മാഡം. മാഡത്തിനൊരു പുരസ്കാരം നൽകുന്നതിനായി ശ്രീ രവിരാജ് MG നരകയുടെ സ്റ്റേറ്റ് മിഷൻ കോർഡിനേറ്ററാണ്.